ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കുറേ പേരും VFA എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ VFA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് എന്നെപ്പോലെ തന്നെ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് പഠിക്കണ PSC പഠിക്കുന്ന അമ്മമാർക്ക് ഇങ്ങനെ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പഠിച്ച് പോകുന്നവരാണെങ്കിൽ ആ ഒരു ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യുക. അതല്ല, കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിളിൽ ഫോളോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലത്തെ ടൈം ടേബിൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ VFAക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. എന്നാലും കിട്ടാവുന്നതിൻ്റെ ഒരു മാക്സിമം ടൈം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് കേട്ടോ ഇത്. നമ്മളിപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത ദിവസത്തിൽ അത് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 5 മണി തൊട്ട് 6:15 വരെയാണ് കേട്ടോ ഫസ്റ്റത്തെ ഒരു സ്റ്റഡി സെക്ഷൻ വിചാരിച്ചിട്ടുള്ളത്. ഇത് സ്കൂളിൽ മക്കൾ പോണ ദിവസങ്ങളിലാണ്, തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ രാവിലെ 5 മണി തൊട്ട് 6:15 വരെ ആകുമ്പോൾ ഒരു 1.25 മണിക്കൂർ കിട്ടി. പിന്നെ 6:15 കിച്ചണിൽ കയറി കഴിഞ്ഞാൽ മക്കളെ വിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9:30ക്കാണ് കേട്ടോ അടുത്തത് പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ സൺഡേ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ എനിക്ക് 9 മണിക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം ചിലപ്പോൾ 9:30 തന്നെ ആവും കേട്ടോ ഇരിക്കുമ്പോൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ രണ്ടാമത് 9:30ക്ക് ഇരുന്നിട്ട് ഒരു 11 മണി വരെയുള്ള സമയം. അപ്പോൾ അതൊരു 1.5 മണിക്കൂറുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കേണ്ടി വരും. നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കൊക്കെ ഒരു ഒന്ന് പഠിക്കണോടത്ത് നിന്ന് എണീക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകാണ്ട് നമ്മൾ ആ പഠിക്കണ റൂമിൽ തന്നെ അല്ലെങ്കിൽ തൊട്ട് അപ്പുറത്തെ റൂമിലോ ഹാളിലോ ഒക്കെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നടന്നിട്ട് വീണ്ടും വേഗം തന്നെ പഠിക്കാൻ വന്നിരിക്കാം. അപ്പോൾ 1.5 മണിക്കൂർ ശരിക്കും അതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ ചിലപ്പോൾ ബ്രേക്ക് എടുക്കാനും സാധ്യതയുണ്ട്. പിന്നെ 11:15 തൊട്ട് 12:30 വരെയാണ് അടുത്തൊരു സമയം എന്ന് പറയുന്നത്. അതിലും അത് 1.25 മണിക്കൂർ സമയം ഉണ്ട് പഠിക്കാനായിട്ട്. അത് ഏതൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾ ആദ്യം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് 2 ദിവസമൊക്കെ ഒന്ന് അത് വെച്ച് പഠിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സബ്ജക്റ്റ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ അധികവും SCRT ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ നോക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് രാവിലെ നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നോക്കാം കേട്ടോ. പിന്നെ 12:30 തൊട്ട് 1:45 വരെ ബ്രേക്കാണ്. ആ സമയത്തായിരിക്കും ഞാൻ കുളിച്ച് ഭക്ഷണം കഴിക്കൽ, പിന്നെ ഒന്ന് അടിച്ച് വാരൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അലക്കൽ ചിലപ്പോൾ ആ നേരത്തെ ചെയ്യും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കിടക്കും, ഒരു ചെറിയൊരു നാപ്പ് എടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നും. എന്നിട്ട് ഒരു 1:45 തൊട്ട് 2:45 വരെയാണ് പിന്നത്തെ സ്റ്റഡി സെക്ഷൻ. ഇവിടെ മക്കൾ 3 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും കേട്ടോ. 3:05 3:10 ഉള്ളിൽ വരും. അപ്പോൾ ഒരു 2:45 വരെയുള്ള സമയം, അതൊരു 1 മണിക്കൂറുണ്ട്. പിന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും ഒക്കെയാണ്, ചായ വെച്ച് കൊടുക്കൽ, പിന്നെ സ്കൂളിലത്തെ കുറച്ച് കാര്യങ്ങൾ പറയൽ ഒക്കെ ആയിട്ട്, പിന്നെ ലഞ്ച് ബോക്സ് കഴുകി വെക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ പണികൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4:30 തൊട്ട് 5:30 വരെ പിന്നെയും 1 മണിക്കൂറുണ്ട് സമയം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റണ പണികൾ ചെയ്യാം. എന്നിട്ട് ചിലപ്പോൾ ആ 4:30 തൊട്ട് 5:30 വരെയുള്ള സമയം പരമാവധി ഞാൻ ഇരിക്കാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് 5:30 കഴിഞ്ഞ് വൈകി പോയാൽ നമുക്ക് രാത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും പാചകം ചെയ്യാനൊക്കെ. അപ്പോൾ രാത്രിയിലത്തെ കാര്യങ്ങൾ ലേറ്റായി പോകും. അപ്പോൾ ഒരു 4:30 തൊട്ട് 5:30 വരെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടാണെങ്കിലും പഠിക്കാനായിട്ട് വന്നിരിക്കുക. ഇനിയിപ്പോൾ VFAക്ക് വളരെ കുറച്ച് ദിവസങ്ങളാണല്ലോ ഉള്ളത്. എനിക്കിപ്പോൾ ഒക്ടോബർ 17-നാണ് എക്സാം. കുറേ പേർക്ക് സെപ്റ്റംബറിൽ തുടങ്ങുന്നുണ്ടല്ലോ. ഒരു ബാച്ചിന് സെപ്റ്റംബറിലാണ് എക്സാം. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ വൈകിട്ട് 9 മണി തൊട്ട് 11 മണി വരെ 2 മണിക്കൂർ. അപ്പോൾ ഇതിലിപ്പോൾ ആകെ 8 മണിക്കൂർ ഉണ്ട്. പഠനത്തിൻ്റെ സമയം ശരിക്കും 8 മണിക്കൂറുണ്ട്. അതിലൊരു 7.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ തിങ്കളാഴ്ച 8 മണിക്കൂർ കറക്റ്റായിട്ട് ഫുള്ളാക്കാൻ നോക്കാം. ചൊവ്വാഴ്ച വേണമെങ്കിൽ ചിലപ്പോൾ 7 മണിക്കൂറാവും ചിലപ്പോൾ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് നോക്കാം. പിന്നെ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഇവിടെ മോളും മോനും ഉണ്ടായിരിക്കും, പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരിക്കും സാറ്റർഡേ സൺഡേ. അപ്പോൾ എനിക്ക് ആ രാവിലത്തെ സമയം തന്നെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ അതുകൊണ്ടാണ് 5:30 to 7:30 2 മണിക്കൂർ എഴുതിയിട്ടുള്ളത്. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ആർക്കും ജോലിക്കൊന്നും പോകാനൊന്നും ഇല്ലല്ലോ, മക്കൾക്ക് സ്കൂളിലും പോകാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കിച്ചണിൽ കുറച്ച് വൈകിട്ട് കയറിയാൽ മതിയാവും. അപ്പോൾ 7:30 വരെയൊക്കെ
ഇനിയിപ്പോൾ ഞാൻ അധികവും ശനിയാഴ്ച ചിലപ്പോൾ വല്ല പുട്ടും പഴമോ അല്ലെങ്കിൽ കടലയൊക്കെ ആവും. അപ്പോൾ വേണമെങ്കിൽ 7:30ക്കും കയറേണ്ടി വരില്ല, ചിലപ്പോൾ 8 മണിയായിട്ട് കിച്ചണിൽ കയറേണ്ടി വരുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും. അത് ഓരോരുത്തരുടെ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിച്ച് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 5 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ സെറ്റ് ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ട് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ 7 മണിക്കൂറിലേക്കോ അല്ലെങ്കിൽ 8 മണിക്കൂറിലേക്കൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാനാണ് ഞാൻ ഈ VFAക്ക് അങ്ങനെ പഠിച്ചു തുടങ്ങാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഓൾറെഡി പഠിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഈ ടൈം ടേബിൾ വെക്കാനോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കണേക്കാട്ടിലും മുന്നാണെങ്കിലും അറിയാലോ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കണേന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ച് വെക്കാൻ സാധ്യതയില്ല, പക്ഷേ ഞാൻ ഇവിടെ എപ്പോഴും വെക്കുന്ന ഒരു ഡയറി ഉണ്ട് ഈ ടേബിളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെയെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ഫാമിലി ലൈഫൊക്കെ ആകുമ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചില ദിവസങ്ങൾ ഇതുപോലെയൊന്നും പോകണമെന്നില്ല. പക്ഷേ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ടൊരു ടെൻഡൻസി എന്തായാലും വരും. പിന്നെ ജോലി കിട്ടേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. അതിന് നമ്മൾ തന്നെ എക്സ്ക്യൂസ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരു ടൈം ടേബിളൊന്നും വെച്ചിട്ട് പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ പകലത്തെ സമയം മാറ്റണമെങ്കിൽ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങളുടേതായ രീതിയിലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പഠിച്ച് നോക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതുപോലെ പുതിയ SCERTയുടെ ചാപ്റ്റർ ലിസ്റ്റ്, അതായത് VFAക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിരുന്നു കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ തന്നെ പലരും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് സമയം കിട്ടണ പോലെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നന്നായിരുന്നു പഠിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.